എന്താണ് നിനക്ക് ഒട്ടും വയ്യേ? എന്താ പനി പിടിച്ചോ? ആടെ പനി കുറച്ച് കൂടുതലാണ്. അതങ്ങനെയല്ലേ വരൂ. എന്നോടൊരു വാക്ക് പോലും പറയാതെ മലേഷ്യക്ക് പോയില്ലേ, അതുകൊണ്ടാണ് നിനക്ക് പനി വന്നത്. ശരി, വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. റെസ്റ്റ് എടുത്താൽ എല്ലാം ഓക്കെ ആവും. എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ ഓഫീസിലേക്ക് വന്നോളാം. അത്രയും സമയം എന്റെ ശല്യം നിനക്കുണ്ടാവില്ല. എൻജോയ്. നീയോ എന്നെ ശല്യം ചെയ്യരുത്. ഏയ് എടാ അശോക, നമ്മുടെ ഫാമിലി ഡോക്ടറിനെ ഞാൻ വീട്ടിലേക്ക് അയക്കാൻ. എന്തായാലും നീ ഒന്നും പേടിക്കണ്ട. ഇപ്പോഴാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും വൈറൽ ഫീവർ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം നീ ഒരു ഡോക്ടറിനെ പോയി കണ്ടു കാണില്ലാന്ന്. വെറുതെ ടാബ്ലറ്റും കഴിച്ച് ഇവിടെ കിടക്കും. നിന്റെ ഫാമിലി ഡോക്ടറിനെ അയച്ചാ എന്റെ ഫാമിലി ഡോക്ടറിന് വിഷമാവില്ലേ? പാപ്പച്ചി അറിഞ്ഞാലോ? വീട്ടിലൊരു ഡോക്ടർ ഉള്ളപ്പോ വേറെ ഡോക്ടറിന്റെ ആവശ്യമുണ്ടോ എനിക്ക്? അവള് പോരെങ്കിൽ പ്രിയ, പ്രിയം പോരെങ്കിൽ അവളുടെ അമ്മ. അവര് 3 പേര് ഇവിടെ ഉണ്ടായാ മതി. വന്ന വഴിക്ക് പനി അങ്ങ് പൊക്കോളും. നീ വെറുതെ ടെൻഷൻ ആവുമൊന്നും വേണ്ട. നിന്റെ എൻഗേജ്മെന്റ് ആവുമ്പോഴേക്കും ഞാൻ റെഡിയാവും. ശരിയടാ, നീ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. വെറുതെ സ്ട്രെസ് ചെയ്ത് പനി കൂട്ടാൻ നിൽക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചും ടെൻഷൻ ആവാൻ നിൽക്കണ്ട. ഓക്കേടാ, ബൈ. ബൈഡാ. സാധന, ആ ചേച്ചി, ഇതില് ഏത് റിങ്ങാ വേണ്ടെന്നൊന്ന് ഫൈനലൈസ് ചെയ്യണം. പിന്നെ മറ്റാഭരണങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്ത് ആ ജ്വല്ലറിയിലേക്ക് അയക്കണം. പക്ഷേ ചേച്ചി, സീതയ്ക്ക് ഈ ആഭരണങ്ങളൊക്കെ ഇഷ്ടാവോന്നറിയില്ല. നമ്മൾ അവളുടെ വീട്ടിലേക്ക് അവളെ കാണാൻ പോയപ്പോഴും അവൾ ആഭരണങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പാവം സാധന. ഉണ്ടെങ്കിലല്ലേ അവൾക്ക് ധരിക്കാൻ പറ്റൂ. അതും സത്യമാ. പക്ഷേ ആഭരണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാ മഹാലക്ഷ്മിയെ പോലെ ഉണ്ടാവും. പക്ഷേ ചേച്ചിയുടെ അത്രയും ഇല്ല. ഒരു ഓളത്തില് പറഞ്ഞതാ. ചേച്ചി, സീത ആ ഡയമണ്ട് വള വേണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ആഭരണങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞാലോ? അതുകൊണ്ട് സീതയ്ക്ക് വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് നോക്കിയാ മതി. ഈ ഡിസൈൻസ് ഒക്കെ ഞാൻ നോക്കിയെടുത്തോളാം ചേച്ചി. എന്റെ കല്യാണ സമയത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. സാധന, നിനക്ക് ഏത് ഡിസൈനിൽ വേണോ ആ ഡിസൈനിൽ നീ ചെയ്യിപ്പിച്ചോ. പക്ഷേ അതൊക്കെ ആദ്യം ഒന്ന് സീതയ്ക്ക് കൊടുക്കണം. അത് കഴിഞ്ഞാ അത് തിരിച്ച് നിന്റെ കൈ വരും. അതെങ്ങനെയാ ചേച്ചി? നീ തന്നെയല്ലേ പറഞ്ഞത് അവൾക്ക് ഈ ആഭരണം, വജ്രം, വൈഢൂര്യം ഇതൊന്നും ഇഷ്ടാവില്ലെന്ന്. കൊടുക്കാതിരുന്നാ അത് അച്ഛനൊരു കുറച്ചിലായിട്ട് മാറില്ലേ. അതുകൊണ്ട് അത് കൊടുത്തിട്ട് തിരിച്ചെടുത്തോളൂ. ആണോ ചേച്ചി? സീത പാവ അവളുടെ കഴുത്തിലെ താലി ഒഴിച്ച് ബാക്കി എല്ലാം എന്നെ ഏൽപ്പിച്ച് തിരിച്ചു പോകുന്നത് നീ കണ്ടോ? സീതയുടെ ബർത്ത്ഡേ ആയില്ലേ? എന്തായാലും അതൊന്ന് കൺഫേം ചെയ്യണമല്ലോ. യെസ്, നാളെയാണ് ബർത്ത്ഡേ. ഹായ് സീത, ഹൗ അബൌട്ട് അവർ ലഞ്ച് ഡേറ്റ്? വാവ്, സീത ലഞ്ച് ബോക്സ് എടുത്തല്ലോ. വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തു വിട്ടാ പിന്നെ പുറത്തുനിന്ന് പോയി കഴിക്കാൻ മനസ്സ് വരില്ല. എനിക്കറിയാം ഈ ലഞ്ച് ബോക്സിലെ വേർഡ്സ് ബെസ്റ്റ് ലഞ്ച് ഉണ്ടാവുമെന്ന്. ഹൗ അബൌട്ട് അവർ ലഞ്ച് ഡേറ്റ് ഇൻ മൈ ക്യാബിൻ? എങ്ങോട്ടാ പോകുന്നേ ചേച്ചി? അവളെന്താ ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കാൻ വരുന്നു എന്നാണോ നീ വിചാരിച്ചത്? അവൾക്കൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ. അയാള് ആ കൊച്ചിന്റെ അച്ഛൻ.
അയാൾ ഇപ്പൊ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ? നോബഡി നോസ്. അഥവാ അവൻ മരിച്ചതാണെങ്കില് കുറഞ്ഞ പക്ഷം ഒരു ഫോട്ടോയില് മാലയിട്ടെങ്കിലും സൂക്ഷിച്ചു വെക്കില്ലേ? ആ വീട്ടിൽ അങ്ങനെയൊന്നും കണ്ടുമില്ല. സോ എന്തോ രഹസ്യമുണ്ടെന്നായല്ലേ? അതെ ചേച്ചി, ഈ ചോദ്യം എന്റെ തലയിൽ ഒരുപാട് തവണ വന്നതാ. പക്ഷെ ആരുടെ അടുത്ത് ചോദിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാ മിണ്ടാതിരുന്നത്. സിഹി എന്നിൽ നിന്ന് അകന്നുപോയാ എനിക്കത് സഹിക്കാൻ കഴിയില്ലെന്ന് സീത റാമിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനൊരു സിറ്റുവേഷൻ നിനക്ക് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് നമ്മുടെ റാം സീതയ്ക്ക് വാക്ക് കൊടുത്തതാ. ഞാനതെന്നെ കണ്ണുകൊണ്ട് കണ്ടതാ ചേച്ചി. ഓ, ഇങ്ങനെയൊരു കഥയുണ്ടായിരുന്നോ? എന്ന് വച്ചാ അവൾക്ക് തന്റെ സിഹിയുടെ അച്ഛൻ വരുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. അതല്ല അതിന്റെ അർത്ഥം. നമ്മുടെ ചെറുക്കനെ കണ്ടോ? ഒരു പൊട്ടൻ. അവളുടെ മുന്നും പിന്നും അറിയാതൊരു കല്യാണത്തിന് സമ്മതിച്ച് അത് കാരണം നമുക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനാവുന്നില്ല. എനിവേസ്, ഈ കല്യാണം ഒന്നങ്ങ് നടക്കട്ടെ. അത് കഴിഞ്ഞ സീത എങ്ങോട്ടേക്ക് പോകണോ അത് തന്നെ നടക്കും. ഡിസൈൻസ് ഒക്കെ നോക്കി അയച്ചോ? നടക്കാൻ പോകുന്നത് ദേശായി കുടുംബത്തിലെ കൊച്ചുമോന്റെ എൻഗേജ്മെന്റാ. രാമന്റെ എൻഗേജ്മെന്റ്. നമ്മുടെ സ്റ്റാറ്റസിനൊത്ത അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണോ അവിടെ? ശരി ചേച്ചി. ഇതെന്താ സീതയെ വിളിച്ചപ്പോ വെറും ലഞ്ച് ബോക്സ് മാത്രം കൊടുത്തു വിട്ടേക്കുന്നേ? ഹലോ സീത, ദിസ് ഇസ് നോട്ട് ഫെയർ. നീ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ വിളിച്ച ലഞ്ച് ബോക്സ് മാത്രം എന്തിനാ? എന്താ കളിക്കുക? നിങ്ങളല്ലേ പറഞ്ഞത് ലഞ്ച് ഡേറ്റ് ഇൻ ക്യാബിൻ എന്ന്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ മുന്നിലുണ്ടല്ലോ, എൻജോയ് ചെയ്യൂ. പ്ലീസ് ഒന്ന് ക്യാബിനിലേക്ക് വാ. ഓക്കെ, ദാ വരുന്നു. വന്നല്ലോ. എന്താ സിഹിയുടെ അമ്മയാണെന്ന് പ്രൂവ് ചെയ്യാ? അവളെ പോലെ തന്നെ വികൃതിയൊക്കെ കാണിച്ചോണ്ട്. നിങ്ങൾക്ക് സിഹിയെ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു സീത. അയ്യോ, മുഖത്തതേ നാണമൊക്കെ വരുന്നല്ലോ. ദേ കവിളൊക്കെ ചുവന്നു വരുന്നു. ഇതെന്താ ആദ്യമായിട്ട് ഐ ലവ് യു എന്ന് കേൾക്കുന്നേ? അതിപ്പോ നിങ്ങൾ 1000 വട്ടം എന്നോട് പറഞ്ഞാലും എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്നൊരു ഫീലാ. അച്ഛാ, ഈ ഓർണമെന്റ്സ് കണ്ടോ? ഞാനും സാധനം കൂടി സെലക്ട് ചെയ്ത് വെച്ചതാ. നിശ്ചയത്തിന് നമുക്കിത് സീതയ്ക്ക് കൊടുക്കണമല്ലോ, അതിനു വേണ്ടിയാ. പിന്നെ റിങ് മാത്രം റാം സെലക്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ സെലക്ട് ചെയ്തില്ല അച്ഛാ. എന്തായാലും നിങ്ങളുടെ സെലക്ഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഓർണമെന്റ്സ് മുഴുവൻ അന്നത്തെ ദിവസേ സീതയ്ക്ക് കൊടുത്തേക്ക് മോളെ. എനിക്ക് ഒരു എതിർപ്പുമില്ല. പിന്നെ വാണിയുടെ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടാവുമല്ലോ, അവളുണ്ടായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് മകന്റെ കല്യാണത്തിന് തുള്ളിച്ചാടി നടന്നേനെ. അല്ല ഭാർഗവി, വാണിയുടെ ആഭരണങ്ങളെല്ലാം സീതയ്ക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അത് നിന്റെ അടുത്തല്ലേ ഉള്ളത്? അതുണ്ടച്ചാ, പക്ഷെ അതൊക്കെ പഴയ ഡിസൈൻസ് അല്ലേ. അതൊക്കെ സീതയ്ക്ക് ഇഷ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛന്? മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. നമ്മുടെ സീതമോളുണ്ടല്ലോ, അവൾക്കിത് വാണിയുടെ ആഭരണം ആണെങ്കിൽ ഇഷ്ടമാകും. വേണ്ടെന്ന് പറയില്ല അവള്.
ആക്ച്വലി ഒരുപാട് ദിവസം ഇന്നലെ കൈപ്പുണ്യം എന്ന് അറിഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. ആക്ച്വലി സീത, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. എന്താ തനിക്ക് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത? റാം, ആ ഇതിലിപ്പോ ചിരിക്കാനും മാത്രം എന്താ ഉള്ളേ? അറ്റ്ലീസ്റ്റ് ഇതിന്റെ വിഷ് എന്താണെങ്കിലും പറ. ബർത്ത്ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താ ഉള്ളേ? അതും നോർമൽ ഒരു ദിവസമല്ലേ? പക്ഷെ നീ ജനിച്ച ദിവസമാണ് സീത. ഇറ്റ് ഹാസ് ടു ബി സ്പെഷ്യൽ. സി, എനിക്കൊന്നും അറിയണ്ട. എന്തായാലും ഞാൻ നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. ഓ, ഇതിനാണോ ലഞ്ച് ഡേറ്റ്? ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ജന്മം തന്നതിന് ദൈവത്തോട് ഒരു നന്ദി പറഞ്ഞ് ദൈവത്തിന് മുന്നിൽ ഒരു തിരി തെളിയിക്കും. ഇതാ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. കറക്റ്റ്. ഇത്രയും കാലം നീ സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെയായിരിക്കും. എന്നാലും ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയാവാൻ പാടില്ല. ഞാൻ കൂടെ ഉള്ളപ്പോ നിന്റെ ബർത്ത്ഡേ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. പിന്നെ ഈ സുഖിപ്പിക്കുന്ന പരിപാടി തുടങ്ങുവാണോ? ഇത് സൂചിപ്പിക്കുകയാണോ? ഇറ്റ്സ് ലവ് സീത. വെറുതെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോന്ന് പ്ലാൻ ചെയ്യാൻ നിൽക്കണ്ട. എന്നെ അതിനൊന്നും കിട്ടില്ല, കാരണം എനിക്കത് ഇഷ്ടമല്ല റാം. ഓക്കെ, ഹോളിക്ക് കളർ ദേഹത്താക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഓർമ്മയുണ്ടല്ലോ ഞാൻ കളർഫുൾ ആക്കിയത്. എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് അങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ ബർത്ത്ഡേക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ ഓക്കെ, കൂൾ കൂൾ. എന്താ നിന്റെ ഡ്രീം എന്താണെങ്കിലും പറ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അതുപോലെ നിനക്കൊരു ഡ്രീം ഉണ്ടാവില്ലേ? ഡ്രീമോ? ഡ്രീം എന്ന് വെച്ചാ സിഹിയെ നന്നായിട്ട് വളർത്തണം. ഇപ്പൊ അതിന്റെ കൂടെ മറ്റൊരു ഡ്രീം കൂടി ഉണ്ട് എനിക്ക്. ആ ഡ്രീം എന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കുക. ഓക്കെ, ഇനി സീരിയസ് ആയിട്ട് പറയാം. കോളേജിലായിരുന്നപ്പോ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഐ വോണ്ട് ടു മേക്ക് സംതിങ് ബിഗ് ഫോർ വിമൻ എന്ന്. അതായത് എന്റെ ചുറ്റുമുള്ള സ്ത്രീകൾക്ക് ഫ്രീഡം വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഫ്രീഡം എന്ന് പറഞ്ഞാ നട്ടുപാതിരയ്ക്ക് കുടിച്ച് മതിമറന്ന് ഡാൻസ് കളിക്കാനെന്നല്ല. എന്റെ കണ്ണില് റിയൽ ഫ്രീഡം എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ, അതുപോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇത് സ്ത്രീകൾക്കുണ്ടെങ്കിൽ എല്ലാം ഉള്ളതുപോലെയാ. നമ്മുടെ വാണിക്ക് അവളെ മരുമകളായിട്ട് കൊണ്ടുവന്നപ്പോ എത്ര ആഭരണങ്ങൾ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഒരു നെക്ലേസ്, ലോലാക്ക്, മാല, എത്ര ഭംഗിയായിരുന്നെന്ന് അറിയാമോ? അതൊക്കെ നമ്മുടെ സീതയ്ക്ക് നന്നായിട്ട് ചേരും. അതെല്ലാം നിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും. നീ അതൊക്കെ ഒന്ന് നോക്കിയേക്കണേ. സീതയ്ക്കല്ലാതെ വേറെ ആർക്ക് കൊടുക്കാൻ അതൊക്കെ? ഈ നിശ്ചയത്തിനും കല്യാണത്തിനും ഒക്കെ സീത അതൊക്കെ ധരിച്ചു നിന്ന വാണിക്കും സന്തോഷാകും. അങ്ങനെ ചെയ്യാച്ചു. കുട്ടിക്കാലം തൊട്ടേ എന്റെ ആഗ്രഹമാ നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ജോലി ചെയ്യാൻ പറ്റണം, എന്റെ കാലിൽ എനിക്ക് നിൽക്കാൻ പറ്റണം. പക്ഷേ ജീവിതം, ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലല്ലല്ലോ. എന്റെ ഫ്രണ്ട്സ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനും എന്തൊക്കെയോ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ സമയത്തിന്റെ കയ്യിലെ കളിപ്പാവകളല്ലേ. പക്ഷെ പണവും പഠിത്തവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. എല്ലാവരുടെയും ലൈഫിൽ ഇത് നടക്കില്ല. നടക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പിന്നീട് സിഹി ജനിച്ചു. ഈ സ്വപ്നമൊക്കെ മാറി. എന്റെ സ്വപ്നങ്ങളും ലോകവും എല്ലാം സിഹിയായി. എല്ലാ പെൺകുട്ടികൾക്കും നല്ല എഡ്യൂക്കേഷൻ കൊടുപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എന്റെ മകൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. വാവു സീത, ഇത്ര നല്ല ഡ്രീമൊക്കെ ഉണ്ടായിരുന്നോ? ഇംപ്രസീവ്. ഞാൻ പറഞ്ഞത് നിനക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല റാം. കാരണം നിങ്ങൾ വലിയ ആൾക്കാരാ. ഈ നാട്ടിലെ ധനികരെപ്പോഴും ധനികരായിട്ട് തന്നെ ഇരിക്കും, ദരിദ്രരെന്നും ദരിദ്രരായിട്ട് തന്നെ ജീവിക്കും. പക്ഷെ ഞങ്ങളെപ്പോലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങോട്ട് എത്തുകയില്ല, ഇവിടെ നിൽക്കുകയില്ല. ലോവർ ക്ലാസ്സുകാരെ പോലെ അന്നത്തെ കാര്യം നോക്കി ജീവിക്കാനും കഴിയില്ല. എത്ര കഷ്ടപ്പെട്ടാലും അത്രയും പണം ഉണ്ടാക്കാനും കഴിയില്ല. ഈ അവസ്ഥയൊക്കെ നേരിടാൻ ഞങ്ങൾക്കുള്ളത് ഒറ്റ വഴിയാ, എഡ്യൂക്കേഷൻ. നിനക്ക്
പണം ഉണ്ടെങ്കിൽ പ്രശ്നമാ. ഏയ്, അങ്ങനെയല്ല റാം. നിങ്ങളെന്തോ ചോദിച്ചു, ഞാനെന്തോ പറഞ്ഞു. കുറച്ച് കൂടിപ്പോയോ? നോ നോ, സീത, നിന്റെ ഡ്രീംസ് എല്ലാം അടിപൊളിയാണ്. അതിന് നടക്കില്ലെന്ന് എന്തിനാ കരുതുന്നത്? ഒരു സമൂഹത്തിലെ ഒരുപാട് പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് എ സച്ച് എ നൈസ് ഡ്രീം യാ. അതിപ്പോ നീ ഇടയ്ക്ക് വെച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഇറ്റ്സ് എ പ്രോമിസ്. താങ്ക് യു സോ മച്ച് റാം. റാം, ഈ വളയ്ക്ക് നല്ല ഭാരമുണ്ട്. ഇത് ഡയമണ്ട് ആണെന്ന് കേട്ടല്ലോ. നല്ല കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ? എനിക്കിത് എന്നും ഇട്ട് വരാൻ കഴിയില്ല. ഞാനത് വീട്ടിൽ വെച്ചോട്ടെ പ്ലീസ്. മേമ ഒരുപാട് സ്നേഹത്തോടെ തന്നെ വളയാത്. അറ്റ്ലീസ്റ്റ് കല്യാണം വരെങ്കിലും കൈ കിടന്നോട്ടെ. അല്ല, നിനക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, എടുത്തു വെച്ചേക്ക് കേട്ടോ. നോ പ്രോബ്ലം. ബട്ട് ഇറ്റ് റിയലി ലുക്ക് ലവ്ലി ഓൺ യുവർ ഹാൻഡ്സ്. ഇല്ല, കുഴപ്പമില്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. താങ്ക്സ് സീത. സീത, നിന്റെ വീട്ടിലേക്ക് എങ്ങനെ ഇത്ര വേഗം എത്തുന്നത്? വീടെന്താ ഇങ്ങോട്ട് വന്നതാണോ? നിങ്ങളല്ലേ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നേ? പതുക്കെ ഡ്രൈവ് ചെയ്യാൻ പാടില്ലേ? യൂഷ്വലി ഞാൻ സ്ലോ ആയിട്ടാ വണ്ടി ഓടിക്കാറ്. പക്ഷെ നിന്റെ കൂടെ ഉള്ളപ്പോ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം, നിന്നോട് കുറെ സംസാരിക്കണം എന്നൊക്കെ തോന്നും. ബട്ട് അറിയുന്ന വഴിയല്ലേ, അപ്പൊ കത്തിച്ച് ഒട്ടിങ്ങി പോരും. എന്തുറ്റി? ഗുഡ് ന്യൂസിന്റെ പുറത്ത് ഗുഡ് ന്യൂസ്. എന്താന്ന് പറ. നമ്മുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തു. ആണോ? തൊട്ടടുത്ത് നിന്റെ ബർത്ത്ഡേ, അത് കഴിഞ്ഞ എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞ് കല്യാണം. ഐ ആം സോ എക്സൈറ്റഡ്. നീ എന്നെ പോലെ എക്സൈറ്റഡ് അല്ലേ? പിന്നെ അല്ലാതെ ഒരുപാട് സന്തോഷമുണ്ട്. നോക്കറാം, ലൈഫില് എൻഗേജ്മെന്റ് കല്യാണം ഒക്കെ ഒരു വട്ടേ നടക്കുള്ളൂ. അത് സെലിബ്രേറ്റ് ചെയ്യണം. അതൊരു നല്ല ഓർമ്മയായിട്ട് നിൽക്കണം. ബർത്ത്ഡേ പക്ഷെ എന്തിനു സെലിബ്രേറ്റ് ചെയ്യുന്നത്? അത് എല്ലാ വർഷവും വരുന്നില്ലേ? നിന്റെ ബർത്ത്ഡേ എന്താ സ്പെഷ്യൽ അല്ലേ? എസ്പെഷ്യലി നിന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഉത്സവം തന്നെയാണ്. എല്ലാവരും എത്ര നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് അറിയോ സീത? എനിക്ക് നിന്റെ ബർത്ത്ഡേ ഒക്കെ അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ലോകത്ത് വേറെ ആരുടെ ബർത്ത്ഡേ വേണമെങ്കിലും സെലിബ്രേറ്റ് ചെയ്തോ, പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടമല്ല. സീത, എനിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ. നീ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വന്നേക്കല്ലേ. റാം പ്ലീസ്, സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രം എന്താ ഉള്ളേ? പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാലോ. ഇനി എങ്ങാനും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ശരിയാക്കി തരും. സീത, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. നീ ഇങ്ങനെയൊക്കെ ചൂടായി സംസാരിക്കുമ്പോ എനിക്ക് എന്തുമാത്രം പേടിയുണ്ടാവുന്നറിയോ? ഇതിനൊന്നും ഒരു കുറവുമില്ല. നീയും അതെ, ഒട്ടും പുറകിലല്ല. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നിന്റെ ബർത്ത്ഡേ ഞാൻ ഉറപ്പായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഒരു വിഷ് ചെയ്താ മതി. ഈ സെലിബ്രേഷൻസ് ഒക്കെ എന്തിനാ? എനിക്കൊന്നും ഇഷ്ടമല്ലാതെ ഞാൻ പറഞ്ഞു. വെറുതെ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കേ ബോസ്. ബൈ. ബൈ. സെലിബ്രേഷൻ വേണ്ടെന്നോ? ബട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്തല്ലേ പറ്റൂ. കർത്താവിനുള്ളത് കർത്താവിന്, ഈ വീട്ടിലെ മരുമകൾക്ക് കൊടുക്കാനുള്ളത് ഈ വീട്ടിലെ മരുമകൾക്ക്. അതാണ് അതിൻ്റെ ഒരു രീതി. അതെ അനിയ, നീ എന്തായിരുന്നു പിറുപിറുക്കുന്നത്? ഇവിടുന്ന് ആരെന്തു കൊണ്ടുപോകുന്ന? അല്ല ആര്? നിന്റെ കെട്ടിയോളൂ ബ്രോ. നിനക്കൊന്നും അറിയില്ല മോനെ. വാണിച്ചേച്ചിയുടെ എല്ലാ ആഭരണങ്ങളും എടുത്തു വെച്ചിരുന്നില്ലേ? അനിയ, നീ വെറുതെ തോന്നിയതുപോലെ സംസാരിക്കാൻ നിൽക്കല്ലേ. ഇപ്പോഴെന്താണോ പറഞ്ഞത് അതിന്റെ കമന്ററി മാത്രം പറഞ്ഞാൽ മതി. നടക്കുന്നതെല്ലാം പറയാൻ നിൽക്കണ്ട. വാണിച്ചേച്ചി അവരുടെ കൈ കൊണ്ട് ഭാർഗവിക്ക് കൊടുത്തതാണ് ഈ ആഭരണങ്ങള്. എല്ലാം അറിയുന്ന പോലെ സംസാരിക്കല്ലേ നീ. മിണ്ടരുത്. ബ്രദർ, എനിക്കെല്ലാം അറിയാൻ ചേട്ടാ. ഒട്ടും വിവരമില്ലല്ലോ ചേട്ടാ നിങ്ങൾക്ക്. ഈ ഭാർഗവി വാണിച്ചേച്ചിയുടെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തതാ. എനിക്കെല്ലാം അറിയാം. തട്ടിയെടുത്തതല്ലേ അവളെല്ലാം. സീമോളെ, സീതമ്മ അവിടെയുണ്ടോ? സീതമ്മ അറിയാത്ത വിധത്തില് പതുക്കെ ഒന്ന് പുറത്തേക്ക് വന്നേ.
എന്താ ഫ്രണ്ട്, എന്തെങ്കിലും സീക്രട്ടാ? ഉം, എല്ലാം മനസ്സിലാക്കിയല്ലോ നീ. സ്മാർട്ട് ഗേൾ. സീമോളെ, നാളെ സീതമ്മയുടെ ബർത്ത്ഡേ അല്ലേടി? ഓ, നിനക്ക് ഓർമ്മയുണ്ടോ? സോ സ്വീറ്റ്. പിന്നെ ഞാനത് മറക്കുവോ? ഇപ്പൊ നീ ഇത് പറ, സീതമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണോ അതോ അല്ലയോ? പക്ഷെ സീതമ്മയ്ക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ ഇഷ്ടമേ അല്ല. ഞാൻ ചോദിക്കാം, പക്ഷെ വേണ്ട വേണ്ട എന്നേ പറയൂ. നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ലേ? വർഷത്തിൽ ഒരു തവണ കേക്ക് വെച്ചാ മതി, വെറുതെ കുറെ സ്വീറ്റ് കഴിക്കണ്ട എന്നൊക്കെ എന്നോട് പറയും ഫ്രണ്ട്. ആണോ? എന്നാ പിന്നെ സീതമ്മ ഇത്തവണ വഴക്ക് പറയുമ്പോ രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം. എന്താ സിഹി ഇല്ലാതെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല? സിഹി ഇല്ലാതെ സെലിബ്രേറ്റ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? ഫ്രണ്ട്, അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ എന്നെ കൂട്ടാതെ നീ സീതമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യോ? അയ്യോ സിഹി മോളെ, ഞാൻ പറഞ്ഞത് സിഹി എന്ന് വെച്ചാ സ്വീറ്റാ, നിന്നെ അല്ല. നീ ഇല്ലാതെ ഞങ്ങൾക്കൊരു ലോകമേ ഇല്ല. ഓ സ്വീറ്റാ, ഞാൻ കൊറേ സ്വീറ്റാന്ന് പറയാറില്ലേ, അതുകൊണ്ടാ. അപ്പോ പറഞ്ഞ പോലെ സീതമ്മയുടെ ബർത്ത്ഡേക്ക് സ്വീറ്റ് എന്തായാലും വേണ്ട. സ്വീറ്റ് ഇല്ലാതെയും സെലിബ്രേറ്റ് ചെയ്യാലോ. പക്ഷേ സ്വീറ്റ് ഇല്ലാത്ത കേക്ക് ഒന്നിനും കൊള്ളില്ല ഫ്രണ്ട്. സിഹി മോളെ, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേ വേണ്ട, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. പക്ഷേ നീ എന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ. ഓ ഉറപ്പ്. ലെറ്റ് സെലിബ്രേറ്റ് സീതമ്മസ് ബർത്ത്ഡേ ടുഗദർ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. പക്ഷേ സിഹി, ഇതൊക്കെ ടോപ്പ് സീക്രട്ട് ആയിരിക്കണേ. എന്താണെന്നോ, സീതമ്മ ഓൾറെഡി എനിക്കൊരു വാണിംഗ് തന്നിരിക്കുക. നോ ബർത്ത്ഡേ സെലിബ്രേഷൻ, നത്തിങ് എന്ന്. ഓക്കെ ഫ്രണ്ട്, ഞാൻ സീതമ്മയോട് ഈ കാര്യം പറയേ ഇല്ല. ഗുഡ് ഗേൾ. സീമോളെ, അതുപോലെ നെക്സ്റ്റ് വീക്ക് എന്റെയും സീതമ്മയുടെയും എൻഗേജ്മെന്റാ. നിനക്കറിയില്ലേ ഇത്? സീതമ്മ വന്നപ്പോ തന്നെ പറഞ്ഞു ഫ്രണ്ട്. എനിക്കപ്പൊ എത്ര സന്തോഷായെന്നോ. ഇപ്പൊ സീതമ്മ മുത്തശ്ശിയോട് പറയാൻ പോയേക്കുവാ. ഞാനും അങ്ങോട്ട് പോവാ. അവരവിടെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും അതിൽ കൂടണം. ഓക്കെ ബൈ ഫ്രണ്ട്. ബൈ പൊന്നെ, ടേക്ക് കെയർ.